എന്ത് മീനാ? അയല, മത്തി, ആവോലി, നെത്തോലി, കണ്ണാർ, കല്ലുകടിയൻ, കാല. കിളിമീൻ, പറവ, ശീലാവ്, വാള, വരാൽ, കോലൻ, കൂരി, കാരി, കണവ. ചെമ്മീൻ, നത്തല്, കൊഴുവ, സേറ്റുവ, കൊടുവ, മീല, തിരുതക്കൊടിയൻ, ഓലക്കൊടിയൻ, ചിണ്ട, ഈല, ഊലി, പിലാഞ്ചൻ, ഗാല, കെറ്റ്ല, തോപ്പ്. എത്ര മീനാണല്ലേ. അടുത്ത 30 സെക്കൻഡിൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഏതൊക്കെ മീനാണെന്ന് നോക്കാം. ബിഫോർ ദാറ്റ്, ഫോർ സച്ച് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് യു ക്യാൻ ഫോളോ മീ. നമ്പർ 1 ചാള അല്ലെങ്കിൽ മത്തി അല്ലെ, എല്ലാവരുടെയും ഫേവറേറ്റ് മീൻ. ഇത് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ഡി ആൻഡ് ഈവൻ പ്രോട്ടീൻസ്. ഫുള്ളായിട്ട് കഴിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സും ഉണ്ട്. പിന്നെ മുള്ളു കുടുങ്ങാതെ നോക്കണം കേട്ടോ. നമ്പർ 2 അയില അല്ലെങ്കിൽ ഇന്ത്യൻ മാക്രൽ എന്നറിയപ്പെടുന്ന മീൻ. സോ ദിസ് ഈസ് ഓൾസോ അനദർ ഫാറ്റി ഫിഷ് വിച്ച് ഇസ് ഹൈ ഇൻ omega-3 ഫാറ്റി ആസിഡ്സ് ആൻഡ് ഇറ്റ് ഇസ് സോ ഗുഡ് ഫോർ യുവർ ബ്രെയിൻ ആൻഡ് ഹാർട്ട്. നമ്പർ 3 ആൻചോവീസ് അല്ലെങ്കിൽ നെത്തോലി. നെത്തോലി ഒരു ചെറിയ മീനല്ലാന്ന് കേട്ടിട്ടില്ലേ? സോ ചെറുതായതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കഴിക്കാനും പറ്റും. ആൻഡ് ഇറ്റ് ഇസ് വെരി ഗുഡ് ഇൻ കാൽഷ്യം ആൻഡ് മിനറൽസ്. ആൻഡ് ഇത് ചെറുതായതുകൊണ്ട് തന്നെ ടോക്സിൻസ് വളരെ കുറവായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഹൈലി റെക്കമെൻഡ് ഫോർ പ്രഗ്നന്റ് വിമൻ ആൻഡ് കുട്ടികൾക്ക്. നമ്പർ 4 പോംഫിറ്റ് അല്ലെങ്കിൽ ആവോലി. വൈറ്റ് ഫ്ലഷ്ഡ് ആണ്, ലൈറ്റ് ആണ്, ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. omega-3 ഫാറ്റി ആസിഡ്സും മോഡറേറ്റ് ആയിട്ട് ഈ മീനിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ സർജറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയിൽ നിന്നോ റിക്കവർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫിഷ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. നമ്പർ 5 ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇന്ത്യൻ സാൽമൺ അഥവാ കാളമീൻ എന്ന് അറിയപ്പെടുന്ന മീൻ. സോ ദിസ് ഇസ് ഓൾസോ എ ഗുഡ് സോഴ്സ് ഓഫ് omega-3 ഫാറ്റി ആസിഡ്സ്. അറ്റ്ലാന്റിക് സാൽമൺ അത്രയും വന്നില്ലെങ്കിൽ പോലും ഇറ്റ് ഇസ് അനദർ സോഴ്സ് ഫോർ പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ B12. അപ്പോൾ ഒരു മീൻ മാർക്കറ്റിൽ പോയിട്ട് ഏതാ വാങ്ങണ്ടേന്ന് കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ ഉള്ളതിൽ ഏറ്റവും ചെറിയ മീൻ നോക്കി വാങ്ങാൻ നോക്കുക. യൂഷ്വലി ടോക്സിൻസ് വളരെ കുറവുമായിരിക്കും. omega-3 ഫാറ്റി ആസിഡ്സ് പോലത്തെ ഗുണങ്ങൾ ആ മീനിൽ ഉണ്ടാവുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, മീൻ കഴിക്കുമ്പോൾ മുക്കി പൊരിച്ചല്ല കേട്ടോ കഴിക്കേണ്ടത്, ഗ്രിൽ ചെയ്തോ കറി വെച്ചോ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആരോഗ്യത്തിന് നല്ലതല്ലാത്തതും കഴിവതും അവോയ്ഡ് ചെയ്യേണ്ടത് ഏത് മീനാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഫിഷ് എന്ന് കമന്റ് ചെയ്തോളൂ, ഞാനത് ഷെയർ ചെയ്ത് തന്നേക്കാം.